ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ബോധം ഉണ്ടാവുമല്ലേ? അതിപ്പോൾ അവരുടെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു രാഷ്ട്രീയ ബോധത്തിലും വ്യത്യാസം വന്നേക്കാം. എൻ്റെ ഒരു ഞാനിങ്ങനെ കണ്ടുവന്നിട്ടുള്ള ഓരോ ആൾക്കാരെ എക്സാമ്പിളായി എടുത്ത് അങ്ങനെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ സാറിനും വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ഇതേപോലെ കാലാന്തരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആണോ ഇപ്പോഴുള്ള ആ ഒരു രാഷ്ട്രീയ ബോധത്തിൽ എത്തിച്ചേർന്നത്? അതാണ് എനിക്കറിയാനുള്ളത്. രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നതിനെ നമ്മൾ പല വിധത്തിൽ കാണാൻ പറ്റും. ഒന്ന്, നമ്മളുടെ രാഷ്ട്രം എന്ന കാര്യം എന്താണ്, അതിൻ്റെ ഒരു ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, അതിനെ നയിക്കുന്നവരാരൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരൊക്കെയാണ്, അതിൽ ജനങ്ങൾ അവർ എവിടെ നിൽക്കുന്നു, ജനങ്ങൾക്ക് എത്ര സ്വാധീനമുണ്ട് അതിൽ, ഈ അഭിപ്രായ രൂപീകരണത്തിലും ഈ രാജ്യത്തെ നയിക്കുന്ന തീരുമാനങ്ങളിലും നയങ്ങളിലുമൊക്കെ പങ്കാളിയാകുന്നതിലുമൊക്കെ എത്രമാത്രം പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നതിലുണ്ട്. ഇതൊന്നുമില്ലാത്ത ആളുകളെ നമ്മൾ അരാഷ്ട്രീയവാദികളെന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്ക് രാജ്യം ഏത് വഴിക്ക് പോയാലും അവർക്ക് പ്രശ്നമില്ല. രാജ്യത്തെ ആര് നയിക്കുന്നു അതോ നയിക്കുന്നില്ലയോ അതൊന്നും അരാഷ്ട്രീയവാദികൾക്ക് പ്രശ്നമല്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പൗരന്മാർക്കും, ഒരു രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ ബോധമുണ്ടാകണം. കാരണം അവർ ആ രാഷ്ട്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരാണ്. ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരും ഉത്തരവാദിത്തമില്ലാത്ത പൗരന്മാരും അതും വേറൊരു രണ്ട് കാറ്റഗറിയാണ്. ഉത്തരവാദിത്തമില്ലാത്ത പൗരന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രം എങ്ങോട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല, ഒരു ഉത്തരവാദിത്വം എനിക്ക് ഈ ഒരു കാര്യത്തിലില്ല. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ ബോധവും ഉണ്ടായേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 51A അനുസരിച്ച് പൗരധർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട്. 11 പൗരധർമ്മങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ 1976 42-ാം ഭരണഘടന ഭേദഗതിയാണെന്ന് തോന്നുന്നു. അതനുസരിച്ചാണ് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ പൗരധർമ്മങ്ങൾ ഭരണഘടനയുടെ ഒരു ഭാഗമാകുന്നത്. അതിനു മുമ്പ് ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല. പക്ഷേ പൗരധർമ്മങ്ങളെ പറ്റിയും പൗരന്മാർ ഉത്തരവാദപ്പെട്ട് ഉള്ളവരായിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ അതിനു മുമ്പേ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിലുണ്ട്. അപ്പോൾ പൗരധർമ്മങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് 1976 അന്ന് 10 ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 2002 മറ്റോ ആണെന്ന് തോന്നുന്നു 11ാമത്തേതും കൂടെ കൂട്ടിച്ചേർത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കാര്യം നോക്കിയാൽ പൗരധർമ്മം പാലിക്കുന്നവർ എല്ലാവരും രാഷ്ട്രീയ ബോധമുള്ളവരാണ്. പൗരധർമ്മം പാലിക്കുന്നവർ, കാരണം അവർ ഈ രാഷ്ട്രം നന്നാകാൻ വേണ്ടിയിട്ടും രാഷ്ട്രത്തിൻ്റെ പൊതുമുതൽ നശിക്കാതിരിക്കുന്നതിനും ഈ ഭരണഘടനയോട് കൂറുള്ളവരും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടയാളങ്ങളായ ദേശീയഗാനം, നമ്മുടെ പതാക, അതിനെയൊക്കെ ബഹുമാനിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ പൗരധർമ്മമായിട്ട് തന്നെയാണ് ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? നമ്മുടെ പതാകയുടെ ആ 3 നിറങ്ങളുടെ അർത്ഥം എന്താണ്, അതെന്താണ് പ്രതികരിക്കുന്നത്, ദേശീയഗാനം ത്തിൽ നിന്ന് എന്താണ് അതിൻ്റെ ഒരു കാര്യം, അർത്ഥം, അതുപോലെ ഭരണഘടനയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു രാഷ്ട്രീയ ബോധം ഉള്ള ഏതൊരാൾക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഉത്തരവാദിത്വമുള്ള പൗരന്മാർക്കും ഈ രാഷ്ട്രീയ ബോധമുണ്ടാകും. അതുപോലെ തന്നെ അവരൊക്കെ പൗരധർമ്മം പാലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിത്തം മാത്രമായിരുന്നു എൻ്റെ ഒരു ജോലി, എൻ്റെ ഒരു ഫോക്കസ് നമ്മൾ പറയുമല്ലോ, അല്ലെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും അധികം പഠിക്കാനോ അധികം അറിയാനോ ഒന്നും ഞാൻ സമയം മെനക്കെടുത്തിരുന്നില്ല. കാരണം എൻ്റെ പണി പാഠപുസ്തകങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ സമയത്തിൻ്റെ പരമാവധി അനുസരിച്ച് പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമല്ലോ, രാഷ്ട്രീയ പാർട്ടികളുടെ
പോഷക സംഘടനകളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടി റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ വിദ്യാർത്ഥി സംഘടനകളുള്ളത്. SFI ഉണ്ടായിരുന്നു അന്ന്, KSU ഉണ്ടായിരുന്നു, MSF എന്നുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതുപോലെ KSC ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ ഒരു ഇത്. അങ്ങനെയുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സംഘടനകളിൽ ഞാൻ ഒരിക്കലും അംഗമായിരുന്നില്ല. ആ സംഘടനകൾ ഞാൻ കാണുന്നത്, അന്ന് പഠിക്കുന്ന കാലത്ത് കാണുന്നത്, ഈ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത് പഠിപ്പ് മുടക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിപ്പിന് അഗെയിൻസ്റ്റാണ് അവർ. നമ്മൾ സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിൽ അവർ വളർത്തുന്ന ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ ചെയ്തുകൊണ്ടിരുന്നത്. SFI ആയാലും ശരി, KSU ആയാലും ശരി, KSC ആയാലും ശരി, ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പഠിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒന്ന് പഠിപ്പ് മുടക്കുക. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ കയറി വന്നിട്ട് മുദ്രാവാക്യം വിളിക്കും. മുദ്രാവാക്യം വിളിച്ചിട്ട് അപ്പോഴത്തേനും സാറിനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് പഠിക്കാനും പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ അവിടെ മൊത്തം ബഹളം ഉണ്ടാക്കി എല്ലാ ക്ലാസ്സിലും പോയി മുദ്രാവാക്യം വിളിച്ച് മൊത്തം ബഹളമാണ്. അപ്പോൾ അലറി വിളിച്ചുള്ള മുദ്രാവാക്യം ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, സാറ് പറയുന്നത് കേൾക്കാനും പറ്റില്ല. അത് കഴിഞ്ഞ് അവസാനം അവരിങ്ങനെ മൊത്തം അലങ്കോലമാക്കുക. പഠിപ്പിക്കുന്ന അന്തരീക്ഷം അത് അലങ്കോലമാക്കുക എന്നുള്ളതായിരുന്നു അന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ, ഈ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ എല്ലാം കൂടെ മുദ്രാവാക്യവുമായിട്ട് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ അന്ന് KSRTC ബസ് ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കാറ്റഴിച്ച് വിടുക, തടഞ്ഞു നിർത്തിയിട്ട് കാറ്റഴിച്ച് വിടുക ടയറിൻ്റെ, പറ്റുമെങ്കിൽ അതിൻ്റെ ചില്ല് പൊട്ടിക്കുക. ഇതൊക്കെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തത്. അപ്പോൾ ഇതാണോ രാഷ്ട്രീയം, എന്താണ് ഈ രാഷ്ട്രീയം എന്നുള്ളത് നമുക്ക് ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് എനിക്ക് തോന്നും ഇതാണോ രാഷ്ട്രീയം. അതായത് ആ ഇതിലെ പോകുന്ന നാട്ടുകാരുടെ സഞ്ചാരത്തിന് വേണ്ടി വിട്ടിരിക്കുന്ന ഒരു പൊതുമുതലായ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാറ്റ് ഉരുവിടുക, അത് തടഞ്ഞു നിർത്തുക, അത് കഴിഞ്ഞാൽ അതിൽ യാത്ര ചെയ്ത യാത്രക്കാർ പിന്നെ എങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകുക, ഇതൊന്നും ഇവർക്ക് ബോധമില്ല. ഒരു ബോധവുമില്ലാത്ത വിവരക്കേട് കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് അന്ന് എനിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരെ അന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ കണ്ടതൊക്കെയാണ്, എനിക്ക് പഠിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക, പഠിക്കാനുള്ള അവസരം നിഷേധിക്കുക, പഠിത്തം തടസ്സപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു രാഷ്ട്രീയക്കാർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരോടുള്ള കാഴ്ചപ്പാടും എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവർ ദ്രോഹികളാണ്. രാഷ്ട്രം ആഗ്രഹിക്കുന്ന എന്താണ്? കുട്ടികളൊക്കെ ഈ രാഷ്ട്രത്തിലുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ച് അവരുടെ കഴിവുകളൊക്കെ വികസിച്ച് അവരുടെ കഴിവനുസരിച്ച് ഈ രാഷ്ട്രത്തിന് നിർമ്മാണത്തിന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് രാഷ്ട്രം ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ ചെയ്യുന്നത് എന്തായിരുന്നു? സ്കൂളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രവിരുദ്ധ നടപടികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പൊതുമുതൽ നശിപ്പിക്കുക, പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുക, സമരാഭാസമായിട്ട് എന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ട രാഷ്ട്രീയം അതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തോടെ എനിക്കൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല, അനുഭാവം ഉണ്ടായിരുന്നില്ല. ഇത് രാഷ്ട്രത്തിനെതിരാണ്, രാഷ്ട്രദ്രോഹമാണ് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പഠിത്തം കഴിഞ്ഞിട്ടാണല്ലോ ജോലിയിൽ കയറുക. ജോലിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം കുറ്റ്യാടിയിലായിരുന്നു എൻ്റെ പരിശീലനം. കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ പരിശീലനം. നമുക്ക് പല ലെവലിലുള്ള പരിശീലനങ്ങളുണ്ട്. കോൺസ്റ്റബിൾ മുതലുള്ള ജോലികൾ പഠിക്കണമല്ലോ, ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പരിശീലനത്തിൻ്റെ ഭാഗം. ഇപ്പോൾ കോൺസ്റ്റബിൾ ചെയ്യേണ്ട പണികൾ ട്രാഫിക് ഐലൻഡിൽ നിന്നിട്ട് ട്രാഫിക് നിയന്ത്രിക്കുക. അത് 3 മണിക്കൂറോളം അന്ന് ഒരേ നിപ്പിൽ ട്രാഫിക് ഐലൻഡിൽ നിന്നിട്ട് ട്രാഫിക് നിയന്ത്രിക്കണം. രാത്രി നൈറ്റ് പെട്രോളിന് പോവുക, അങ്ങനെ കുറേ പണികൾ ഒക്കെ ചെയ്യണം. അപ്പോൾ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ SIയുടെ പണി പഠിക്കാൻ വേണ്ടി 3 മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടേക്ക് MV രാഘവൻ അന്ന് വളരെ പ്രാഗൽഭ്യമുള്ള CPMൻ്റെ നേതാവായിരുന്നു. അന്ന് CPMലായിരുന്നു, CPMൻ്റെ നേതാവാണ് അദ്ദേഹം. പോലീസ് സ്റ്റേഷൻ ഉപരോധം എന്നും പറഞ്ഞിട്ട് അന്ന് നടത്തുകയാണ്. അപ്പം എന്തിനാണ് ഉപരോധം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ അവിടുത്തെ SI പോലെയാണല്ലോ. അപ്പം വേറെ SI ഒന്നുമില്ല, ഞാനാണ്. പിന്നെ പറയും ഹെഡ് കോൺസ്റ്റബിൾ അത്രേ പേര് ഞങ്ങൾ.
അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ വരുന്ന വഴി തടഞ്ഞു. അവിടെ കുത്തിയിരുന്ന് ഏറ്റവും ഫ്രണ്ടിൽ ഈ എം വി രാഘവൻ നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം ഞാൻ SIയുടെ ചാർജുള്ള ഞാൻ അതുപോലെ ബാക്കി പോലീസുകാരൊക്കെ ഞങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ നിൽക്കുന്നു. അതായത് അങ്ങോട്ട് ഇവർ വരാൻ, അപ്പം കോൺസ്റ്റബിൾസ് അവർ പോലീസ് സ്റ്റേഷൻ വന്ന് അതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വഴിയിൽ തടയുന്നു. ഇവരപ്പോൾ അവിടെ കുത്തിയിരിക്കുന്നു. എന്നിട്ട് എം വി രാഘവൻ പ്രസംഗിക്കുന്ന മുഴുവൻ പോലീസിനെ ചീത്ത പറയുക, എന്നെ ഉൾപ്പെടെ. ഇപ്പം ഞാനവിടെ അപ്പം വന്നതേ ഉള്ളൂ. ഞാൻ ഡൽഹിയിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് പരിശീലനമൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എനിക്ക് ആ നാട്ടിലെ എം വി രാഘവനെ എനിക്ക് അറിഞ്ഞുകൂടാ. എം വി രാഘവനാണെന്ന് ബാക്കിയുള്ള പോലീസുകാർ പറഞ്ഞു. ഇദ്ദേഹം എം വി രാഘവൻ എന്ന് പറയുന്ന ആളാണ്, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ് കണ്ണൂരത്തെ എന്ന് പറഞ്ഞു. ആ ശരി, ഓക്കെ, ആരുവാട്ടെ. ഇവരിങ്ങനെ വലിയ ഘോര എം വി രാഘവൻ പ്രസംഗിക്കുകയാണ്. പോലീസിനെ ചീത്ത പറയുന്നു, എന്നെ ചീത്ത പറയുന്നു, പോലീസുകാരെ ചീത്ത പറയുന്നു, ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ രാഷ്ട്രീയ നേതാവ് പറയുന്നത് ചീത്ത പറയുക എന്നുള്ളതാണോ ഇവർക്ക് അറിയാവുന്ന പണി? അതായത് പോലീസുകാരെ ചീത്ത പറയുക എന്നാണ് ഞാൻ പിന്നീട് കണ്ട രാഷ്ട്രീയം. എം വി രാഘവൻ വലിയ രാഷ്ട്രീയ നേതാവാണല്ലോ, അദ്ദേഹം ചെയ്യുന്നതും പറയുന്നതും ഒക്കെ രാഷ്ട്രീയമാണല്ലോ. അപ്പം ഞാൻ കണ്ട രാഷ്ട്രീയം, പിന്നീട് കണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പോലീസിനെ ചീത്ത പറയുക. ഞാനവിടെ എന്താണേലും ഞാൻ പഠിച്ച കാര്യങ്ങൾ, എന്നെ പോലീസ് അക്കാഡമിയിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണല്ലോ എന്നെ സർക്കാർ അവിടെ നിയോഗിച്ചിരിക്കുന്നത്, ശമ്പളം നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനന്ന് എനിക്ക് വേറെ ഒരു താല്പര്യവുമില്ല. പോലീസ് അക്കാഡമിയിൽ നിന്ന് എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ, നിയമപാലനം എന്ന് പറഞ്ഞ് ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ചീത്ത പറയുന്നത്. അപ്പം ചീത്ത പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു വിവരമില്ലാത്തവന്മാർ, നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്ന് ഒരു ആഗ്രഹമില്ലാത്തവന്മാർ ആണ് ഈ രാഷ്ട്രീയക്കാർ എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ഒരു അനുഭവം. എം വി രാഘവനിൽ നിന്നാണ് എനിക്ക് ആ അനുഭവം. എം വി രാഘവൻ്റെ പ്രസംഗത്തിൽ നിന്നാണ്, എം വി രാഘവൻ്റെ സ്വഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നുമാണ് അന്ന് വളരെ അറിയാലോ, ഒരു വളരെ പരുഷമായ ഒരു ഇതിൽ ഭാഷയിൽ എന്നെയും ഞാൻ ചെയ്യുന്ന പണികളെയും ഒക്കെയാണ് ആക്ഷേപിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഞാൻ കണ്ട രാഷ്ട്രീയം എം വി രാഘവനിൽ കൂടിയാണ്, രാഷ്ട്രീയ നേതാവായ അദ്ദേഹത്തിൽ കൂടി. CPMൻ്റെ നേതാവായിരുന്നു കേട്ടോ അന്ന് അദ്ദേഹം. അതിന് ശേഷമാണ് അദ്ദേഹം CMBO എന്ന് പറഞ്ഞ വേറെ പാർട്ടിയൊക്കെ മാറിപ്പോയതൊക്കെ. അപ്പം CPMൻ്റെ രാഷ്ട്രീയം ഞാൻ കണ്ണൂരില്ല, കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പിന്നീട് കാണുന്നത് ജോലിയിൽ വന്നപ്പോൾ. അതിനുശേഷം ഞാൻ വടകര പോലീസ് സ്റ്റേഷനിൽ ഒരു അർബൻ പോലീസ് സ്റ്റേഷൻ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി. അപ്പോൾ ഞാൻ ഒരു ദിവസം എന്തോ ഒരു ആരോ രാഷ്ട്രീയ നേതാക്കന്മാർ വരുമല്ലോ പോലീസ് സ്റ്റേഷനിൽ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ വന്നപ്പോഴത്തേക്കും എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് എനിക്കെതിരെ സമരം വടകരയിൽ. അപ്പം ഞാൻ ഭരണഘടനയെ എന്തോ അധിക്ഷേപിച്ചെന്നോ എന്തോ അത് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്കെതിരെയായിരുന്നു അവിടെ വടകര പോലീസ് സ്റ്റേഷൻ സമരം. അപ്പോൾ അങ്ങനെ ഞാൻ സർവീസിൽ കയറിയപ്പോൾ മുതൽ രാഷ്ട്രീയക്കാരുടെ പല കാഴ്ചപ്പാടുകളും വിവരക്കേടുകളും അവരുടെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ ചെയ്തികളും ഒക്കെ ഞാൻ കണ്ട് വരുന്നുണ്ട്. പിന്നീട് കാസർഗോഡ് ASP ആയ സമയത്ത്, തൊടുപുഴ ASP ആയ സമയത്ത്, പിന്നീട് അതിനുശേഷം SP ആയ സമയത്തൊക്കെ നമ്മളിങ്ങനെ കാണും. പക്ഷേ പിന്നീട് ഞാൻ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സമയത്ത് AP വർക്കി എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി. CPM ആണെന്ന് ഭരിക്കുന്നത്. നയനാരായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായി. ഹൈക്കോടതിയിലെ വിധി നടപ്പാക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഹൈക്കോടതിയുടെ വിധിയാണല്ലോ അത്. ഈ റോഡിൽ കൂടി രാഷ്ട്രീയ പാർട്ടികൾ പ്രകടനം നടത്തുമ്പോൾ 2 വരിയായിട്ട് പോകണം. ട്രാഫിക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാഫിക്കിന് ഒരു തടസ്സവും ഉണ്ടാക്കരുത് എന്നുള്ളതും, എത്ര സമയത്ത് എവിടുന്ന് തുടങ്ങുന്നു, എത്ര സമയത്ത് അവസാനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പോലീസ് ഈ ഒരു ജാഥക്കാർക്ക് അല്ലെങ്കിൽ സമരക്കാർക്ക് പോലീസ് പെർമിഷൻ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ പോലീസ് എന്തോ ഒരു പരിപാടിയുണ്ട്. അപ്പം മൈക്ക് പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞ് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി വിധി ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു പരിപാടി വരുന്നത് CPMൻ്റെ ഒരു വലിയ ഒരു പ്രതിഷേധ സമരമായിരുന്നു. അപ്പോൾ എല്ലാ പ്രതിഷേധ സമരങ്ങളും വഴി മുടക്കുക, വഴി യാത്രക്കാരെ തടസ്സപ്പെടുത്തുക, വണ്ടി തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാലാണ് ഈ സമരം വിജയിക്കത്തുള്ളൂ, സമരമാകത്തുള്ളൂ. അതാണ് പിന്നീട് ഞാൻ കാണുന്ന രാഷ്ട്രീയം.
അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ആരോ പോയിട്ട് ഇങ്ങനൊരു വിധി സമ്പാദിച്ചപ്പോഴത്തേനും ആ വിധി നടപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ സമരത്തിൻ്റെ നേതാക്കന്മാരോട് AP വർക്കി അന്നത്തെ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തോടും ഞാൻ പറഞ്ഞു, ഇത് ഹൈക്കോടതി ഇങ്ങനൊരു വിധിയുണ്ട്, അതുകൊണ്ട് ഇത് ഇനി റോഡ് തടസ്സപ്പെടുത്തിയുള്ള പരിപാടി അല്ല റോഡിന് മുഴുവൻ വീതിയിൽ ഇങ്ങനെ പിടിച്ച് റോഡ് തടസ്സപ്പെടുത്തി ബാനറൊക്കെ പിടിച്ച് മുഷിച്ചിട്ട് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സമരങ്ങൾ അരങ്ങേറുന്നത്, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തി. അപ്പോൾ അത് പറ്റത്തില്ല, അതിന് 2 വരിയായിട്ടേ പറ്റത്തുള്ളൂ, അത് റോഡിൻ്റെ സൈഡ് ചേർന്ന് പൊക്കോണം, അത് കഴിഞ്ഞ് തുടങ്ങുന്നിടത്തുനിന്ന് അവസാനിക്കുന്നത് വരെ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ അന്ന് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് അന്ന് അദ്ദേഹം അത് പൂർണ്ണമായിട്ട് പാലിച്ചു. ഹൈക്കോടതി വിധിയെ ബഹുമാനിച്ചു. തടസ്സമൊന്നും ആർക്കും ഉണ്ടാകും, 2 സൈഡിൽ കൂടെ വണ്ടി പോകാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടായിരുന്നു അന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു AP വർക്കി. എൻ്റെ ഒരു അനുഭവം. അപ്പോൾ നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ ഞാനന്ന് കണ്ടു. നിയമത്തിനോട് ബഹുമാനമുള്ള, നിയമം പാലിക്കുന്ന, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ പാലിക്കുന്ന, പോലീസിനെ ചീത്ത പറയാത്ത ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ അന്ന് CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP വർക്കി. അപ്പോൾ അങ്ങനെ പിന്നീട് നമ്മുടെ മന്ത്രിമാരായിട്ടൊക്കെ രാഷ്ട്രീയക്കാരാണല്ലോ വരുന്നത്, പല പല രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ അങ്ങനെ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിനെ ഞാൻ മനസ്സിലാക്കുന്നത്, മന്ത്രിമാരായിട്ട് വരുന്ന രാഷ്ട്രീയ നേതാവ് അവരെല്ലാം രാഷ്ട്രീയ നേതാക്കളാണല്ലോ. അങ്ങനെ നയനാർ, AK ആൻ്റണി, K കരുണാകരൻ, അതുപോലെ അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ശ്രീ പിണറായി വിജയൻ, ഇത്രയും വരെയുള്ള മുഖ്യമന്ത്രിമാർ, പിന്നെ ബാക്കിയുള്ള വകുപ്പുകളുടെ മന്ത്രിമാർ, അടൂർ പ്രകാശ്, പിന്നെ അങ്ങനെ K ബാബു, അടുത്ത കാലത്ത് മരിച്ച PP തങ്കച്ചൻ, അവർ കൃഷിമന്ത്രിയായിരുന്നു, പിന്നെ അങ്ങനെ കുറേയധികം മന്ത്രിമാരെ അങ്ങനെ നമ്മൾ കാണും. അപ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ കൂടി രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഓരോരുത്തരിൽ നിന്ന് നമ്മൾ പല പല അവർ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതും രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് എന്താണെന്നുള്ളതും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നീട് ഞാൻ രാഷ്ട്രീയത്തെ പറ്റി അങ്ങനെ എൻ്റെ രാഷ്ട്രീയ ബോധം അങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. സർക്കാർ സർവീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു രാഷ്ട്രീയ ചായ്വും പാടില്ല എന്നുള്ളതാണ് ഒരു നിയമം. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് തുല്യരാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എന്നുള്ള ജനാധിപത്യത്തിലെ റിയാലിറ്റിയാണ്. അങ്ങനെയില്ല. അവരാണല്ലോ നയങ്ങൾ തീരുമാനിക്കുന്നതും നിയമസഭ നിയമം നിർമ്മിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾ അവരുടേതായ പണി അവർ ചെയ്യുന്നു, നമ്മുടേതായ പണി നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു മട്ടിലാണ്. രണ്ടും ഒരു അവരവരുടെ പണി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നു. ഉദ്യോഗസ്ഥരുടെ പണി ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ അവരുടെ പണി ചെയ്യുന്നു. അത് അങ്ങനെ ഉള്ള ഇതിലേക്ക് പോയി. ഓക്കെ, രാഷ്ട്രീയ ചായ്വില്ല എന്ന് പറയുമ്പോഴും ഉള്ളിലൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാവില്ലേ? ഇല്ല. സർവീസിലുള്ള സമയത്ത് ഉള്ളിൽ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് രാഷ്ട്രബോധം ഉണ്ടായിരുന്നു. രാഷ്ട്രബോധം എന്ന് പറയുന്നത് ഈ രാഷ്ട്രം നന്നാവണം, ഈ രാഷ്ട്രത്തിനെതിരായിട്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അഴിമതിക്കാരായാൽ അഴിമതി ഒരു രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് സുപ്രീം കോടതി വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അഴിമതി ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ അഴിമതി നടത്തുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്നുള്ളതാണല്ലോ സുപ്രീം കോടതി വിധിയിൽ കൂടി മനസ്സിലാകുന്നത്. അപ്പോൾ അഴിമതി നടത്തുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യദ്രോഹികളായിട്ട് തന്നെ കാണണം എന്ന് ആയിരുന്നു എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അഴിമതിക്കാരൊക്കെ രാജ്യദ്രോഹികളാണ്, കാരണം സുപ്രീം കോടതി പറഞ്ഞത് അഴിമതി രാജ്യദ്രോഹമാണെന്ന്. അപ്പോൾ ഈ രാഷ്ട്രം പുരോഗമിക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരാണല്ലോ രാജ്യദ്രോഹികൾ. അഴിമതിക്കാരും അങ്ങനെ തന്നെ. ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതി, കാരണം രാഷ്ട്രത്തിൻ്റെ റിസോഴ്സസ് അത് പൊതുപ്പണമാണല്ലോ. അത് റോഡിലേക്ക് നല്ല റോഡ് ഉണ്ടാകുന്നതിന് പകരം അവിടെ ടാറിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നു, അല്ലെ അതിൻ്റെ മെറ്റലിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നു, അതിൻ്റെ കനം കുറയുന്നു. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാഷ്ട്രദ്രോഹം തന്നെയാണല്ലോ. പിന്നെ ഉടനെ തന്നെ അവിടെ കുഴിയുണ്ടാവും. അതുപോലെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ച് നൽകുന്ന സമയത്ത് നൽകിയില്ലെങ്കിൽ അത് ശരിയാവില്ല, രോഗികൾ മരിച്ചു പോകത്തില്ലേ, രോഗികൾക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റത്തില്ല, അത് രാജ്യദ്രോഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ അഴിമതികളും രാജ്യദ്രോഹമാണ്. അപ്പോൾ എനിക്ക് രാഷ്ട്രബോധമുണ്ട്, രാഷ്ട്രം നന്നാവണം, അതിനെതിരെ നിൽക്കുന്നവനെ അത് സമ്മതിക്കാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്, അത് എൻ്റെ രാഷ്ട്രീയ ബോധമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം എൻ്റെ രാഷ്ട്രീയ ബോധം രൂപപ്പെട്ടു വന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു.
അതായത് റിട്ടയർമെന്റിന് ശേഷമാണോ അങ്ങനെ ഞാൻ ഇന്ന പാർട്ടിയിലാണ് വിശ്വസിക്കുക, ഞാൻ ഇന്ന പാർട്ടിയുടെ അനുഭാവിയാണ്, അങ്ങനെ ഒരു തോന്നലൊക്കെ ഉടലെടുക്കുന്നത് അപ്പോഴാണോ? റിട്ടയർമെന്റിന് ശേഷം മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ചിന്തിക്കാൻ തന്നെ ഒരു യഥാർത്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് പറ്റത്തുള്ളൂ. അതിനു മുമ്പ് പറ്റില്ല. അതിനു മുമ്പ് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമോ ചായ്വോ ഉണ്ടായിരുന്നില്ല. പക്ഷേ സന്നദ്ധ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. അവർക്ക് സന്നദ്ധ സംഘടനകൾക്ക് രാഷ്ട്രീയമില്ലല്ലോ. അവർക്ക് ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ സംഘടനകളിൽ ഉൾപ്പെടെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിന് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. അത് BJP ആണ്. 2021 ഫെബ്രുവരിയിലാണ് BJPയുടെ അംഗമാകുന്നത്. BJPയുടെ അംഗമാകുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മാണം, ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള ചില ചിന്തകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് BJPയെ ഞാൻ മനസ്സിലാക്കിയത്. വേറെ ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു കുടുംബ വാഴ്ചയുള്ള ഒരു പാർട്ടിയാണ്. അതിൻ്റെ അകത്ത് ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഇതുവരെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ആദ്യം ജവഹർലാൽ നെഹ്റു, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകള്, അതിനുശേഷം മകളുടെ മകന്, അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ മകന്, അതിനുശേഷം മകള്, അങ്ങനെയുള്ള ഒരു പാർട്ടി തീർച്ചയായിട്ടും കുടുംബവാഴ്ച പാർട്ടിയാണല്ലോ. അത് എൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തിനും ജനാധിപത്യ ബോധത്തിനും രാഷ്ട്രബോധത്തിനും ഒന്നും യോജിക്കുന്നതല്ല. അതുകൊണ്ട് കോൺഗ്രസ് എനിക്ക് പറ്റില്ല. പിന്നെയുള്ളത് CPM ആണ്. CPM എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയല്ല. അത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആശയത്തിലുള്ള, വിദേശ ആശയത്തിലുള്ള പാർട്ടിയാണ്.